രൂപയാണ് ടിക്കറ്റിന് ചാർജ്. ഇതിനകത്ത് രേഖപ്പെടുത്തിയേക്കുന്നത് ഫീമെയിൽ എന്നാണ്. ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് ടെക്നോ പാർക്ക് യാത്ര ചെയ്തു. ഇതിൻ്റെ അകത്ത് ജെൻഡർ കൊടുത്തേക്കുന്നത് ഫീമെയിലാണ്. ഞാൻ വെഞ്ഞാറമ്മൂർ ടെക്നോ പാർക്ക് വരെ യാത്ര ചെയ്തതാണ്. എൻ്റെ ജെൻഡർ ഇതാണ്. നമ്മുടെ ഈ KSRTC ബസ്സുകളിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തി. അതായത് ഈ സംവിധാനം പ്രകാരം ബസ്സിൽ കയറുന്ന ആൾ കണ്ടക്ടർ ടിക്കറ്റ് നൽകുമ്പോൾ ആ മെഷീനിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിനാവശ്യമായ മാറ്റങ്ങൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ വരുത്തിയിട്ടുണ്ട് എന്നാണ് KSRTC IT വിഭാഗം നമ്മളെയൊക്കെ അറിയിച്ചത്. അപ്പോൾ അതുപ്രകാരം ഇന്നലെയൊക്കെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത നിറഞ്ഞു നിന്നു. UDF സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായിരുന്നു KSRTCയിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ഇന്ന് ഞാൻ പോത്തൻകോട് നിന്ന് ഇവിടെ ടെക്നോ പാർക്ക് വരെ യാത്ര ചെയ്ത ടിക്കറ്റാണ്. ഈ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 25 രൂപയാണ് ടിക്കറ്റിന് ചാർജ്. ഇതിനകത്ത് രേഖപ്പെടുത്തിയേക്കുന്നത് ഫീമെയിൽ എന്നാണ്. ടിക്കറ്റിംഗ് സംവിധാനം കൊണ്ടുവന്നത് തന്നെ ഒരു സർവേ അല്ലെങ്കിൽ ഒരു കണക്കെടുപ്പ് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് എനിക്ക് മാത്രമല്ല ഒത്തിരി യാത്രക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം പല യാത്രക്കാരോടും ചോദിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഒരുപാട് പേർക്ക് ഈ ഫീമെയിൽ എന്ന് പറയുന്ന മെയിലായിട്ടുള്ള പുരുഷന്മാരായി യാത്ര ചെയ്യുന്ന യാത്രികർക്ക് സ്ത്രീ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തിയ ടിക്കറ്റാണ് കൊടുക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശം എന്നറിയില്ല. എന്തായാലും അതൊരു നല്ല ഉദ്ദേശമല്ല.